വിഷുദിനത്തിൽ പ്രൊഫസർ എം കെ സാനു നമുക്കൊപ്പം ചേരുന്നു. മാഷിൻ്റെ വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ വിഷു ഓർമ്മകൾ, ഞാൻ ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് ജനിച്ചു വളർന്നത്. അന്ന് മിക്ക ദിവസവും ഭക്ഷണം കഞ്ഞിയാണ്, കഞ്ഞിയും ചോറും മാത്രം. വിഷുവിന് നല്ല പലഹാരങ്ങൾ കിട്ടും എന്നതാണ് ഒരു ഓർമ്മ. പായസം ഉണ്ടാകും, നല്ല സദ്യ ഉണ്ടാകും. അത് വീട്ടിലെ പതിവായിരുന്നു. അത് എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ധാരാളം പടക്കവും മത്താപ്പുമൊക്കെ കത്തിക്കുന്ന സമ്പ്രദായവും എൻ്റെ വീട്ടിൽ തറവാട്ടിലുണ്ടായിരുന്നു. അന്ന് തറവാട്ടിലാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് അംഗങ്ങളുണ്ട്. അങ്ങനെ രാപകൽ സന്തുഷ്ടമായ അനുഭവങ്ങളാണ് വിഷുദിനത്തിലുണ്ടായിരുന്നത്. ഇന്ന് ആ അവസ്ഥ മാറി. കൊച്ചി നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിഷു ആഘോഷത്തിൻ്റെ സ്വഭാവമൊക്കെ മാറിയോ? സ്വഭാവം പഴയത് അത്രയും വലിയ മാറ്റം ഉണ്ടായില്ല. എൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും പടക്കവും മത്താപ്പും പിന്നെ മറ്റ് പലതരത്തിലുള്ള ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അത് ഞാനും കത്തിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷവും കത്തിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു ദിവസമാണ് ഇവിടെ വന്നതിന് ശേഷം മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ വിഷുദിനത്തിൽ നമ്മുടെ ആശാവർക്കർമാർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. മാഷ് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ വിഷുദിനത്തെ നമ്മുടെ കൃഷ്ണഭക്തിയും കൃഷ്ണൻ നിത്യമായി ഉല്ലസിക്കുന്ന മുരളീനാദം കൊണ്ട് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന പൂർണ്ണാവതാരമാണ്. പക്ഷേ ഈ ദിവസത്തിൽ ഒരു ഞരക്കം ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ നിലവിളി. അത് ആശാവർക്കർമാരുടെ ഇന്നത്തെ അവസ്ഥയാണ്. അവരുടെ ആവശ്യം വളരെ പൂർണ്ണമായി അനുവദിച്ചു കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അത്യുത്സാഹം കാണിക്കണം. അതിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം അങ്ങ് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? മുഖ്യമന്ത്രിയോടോ വേറെ ആരോടെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. മുമ്പ് മന്ത്രിമാരോട് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളോടൊക്കെ അങ്ങ് പങ്കുവച്ചിട്ടുണ്ടോ? അതിലുള്ള നിലപാട് കണ്ട ജനപ്രതിനിധികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള എറണാകുളം MLA, വൈപ്പിയിലുള്ള MLA രണ്ടുപേരെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളെന്താ ഇതിനുത്സാഹിക്കാത്തത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരും ഇടപെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രായത്തിലും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന മാഷിന് ഇനിയും ഒരുപാട് വിഷുദിനങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചത്തിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.